ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ കിട്ടാൻ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. ഇന്ന് വാട്സാപ്പിന്റെ പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുവരെ ഉള്ളതിൽ 2018 ആദ്യത്തെ അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇതുവരെ നമുക്ക് നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അഡ്മിൻ ആണെങ്കിൽ മറ്റൊരു അഡ്മിനെ നമുക്ക് അഡ്മിൻ സ്ഥാനം മാറ്റണമെങ്കിൽ റിമൂവ് ചെയ്തിട്ട് ആഡ് ചെയ്യുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ ഇന്നത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് ആളെ റിമൂവ് ചെയ്യാതെ തന്നെ അഡ്മിൻ സ്ഥാനം മാത്രം നീക്കം ചെയ്യാൻ പറ്റും. ഈ അപ്ഡേറ്റ് എല്ലാ ഫോണിലും എത്തിയിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ തന്നെ നിങ്ങളെ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതൊരു അപ്ഡേറ്റ് ചെയ്യാത്തവർ ഫോണൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ഇങ്ങനൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റ് വരുന്നവരൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഇത് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ പോലെ തന്നെ ഗ്രൂപ്പ് എടുക്കുക. ഗ്രൂപ്പ് എടുത്തിട്ട് നമ്മൾ ഒരു നമ്പറിൽ ക്ലിക്ക് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ഡിസ്മിസ് ആസ് അഡ്മിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മധ്യത്തായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഓപ്ഷൻ നേരത്തെ ഇല്ലായിരുന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റിമൂവിങ് എന്ന് പറഞ്ഞ് വരും. പക്ഷേ ആളെ റിമൂവ് ചെയ്യത്തില്ല, അഡ്മിൻ സ്ഥാനം മാത്രം റിമൂവ് ആയി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒന്നുകൂടെ കാണിക്കാം, അടുത്ത ഒരാളെ കൂടെ കാണിക്കാം. റിമൂവ് അല്ല, സോറി. അപ്പോൾ ഡിസ്മിസ് ആസ് അഡ്മിൻ കൊടുക്കുമ്പോൾ അഡ്മിൻ സ്ഥാനം മാത്രം നീക്കം ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ആളെ റിമൂവ് ചെയ്തിട്ട് വീണ്ടും ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതാണ് വാട്സാപ്പിൻ്റെ പുതിയ അപ്ഡേറ്റ്. ഈ അപ്ഡേറ്റ് ഇപ്പം എല്ലാവരും ഫോണൊന്ന് അപ്ഡേറ്റ് ചെയ്താണെങ്കിൽ ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വാട്സാപ്പ് ഗ്രൂപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഇതൊരു വളരെ നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണെന്ന് പറയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ അപ്ഡേറ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.